തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ വീടിനടുത്ത് വൻ മണ്ണിടിച്ചിൽ. മലപ്പുറത്തിനടുത്ത് പാണക്കാട് എടായിപ്പാലത്ത് വൻ മണ്ണിടിച്ചിലുണ്ടായത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് മീറ്ററുകൾ അകലെ. സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയായ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഇന്നലെ രാവിലെയാണ് അപകടമുണ്ടായത്. റോഡരികിലെ കുന്നില് മരങ്ങളും തെങ്ങുകളും ചേർന്ന കുന്നിന്റെ വലിയൊരു ഭാഗം അടർന്ന് താഴേക്ക് നീങ്ങി റോഡ് കവിഞ്ഞ് മണ്ണ് കടലുണ്ടിപ്പുഴയുടെ കൈവരിയിലൂടെ മീതെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡരികിലെ വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. സംഭവ സമയത്ത് റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ കുറവായിരുന്നതിനാലും ഈ മേഖലയിൽ ആൾതാമസമില്ലാത്തതിനാലും വലിയ ദുരന്തമാണ് ഒഴിവായത്. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ കാരത്തോട്ടത്തിലെ വസതിക്കു തൊട്ടുമുൻപ് ഏതാനും മീറ്ററുകൾ അകലെയായിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായത്. കനത്ത മഴയെ തുടർന്നാണ് കുന്നിൻ ഭാഗം ഇടിഞ്ഞു വീണതെങ്കിലും പ്രദേശത്ത് മാസങ്ങളായി നടന്നുവരുന്ന വ്യാപകമായ മണ്ണെടുപ്പും കുന്നിടിക്കലും ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചെന്നാണ് നാട്ടുകാർ പറയുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് സമീപത്ത് കെട്ടിട നിർമ്മാണത്തിനായി വ്യാപകമായി മണ്ണെടുക്കുന്നുണ്ടെന്നും മറ്റൊരു ഭാഗത്ത് പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായും മണ്ണെടുപ്പ് നടക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെന്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു.